എനിക്ക് ഉറക്കം വരുന്നില്ല. കൊച്ചിയിൽ നിന്ന് സംസാരിക്കാൻ ഗേൾസ് ഉണ്ടോ? കൊച്ചിയിലെ പെണ്ണുങ്ങൾ മാത്രല്ല, ആണുങ്ങളും പെണ്ണുങ്ങളും ഇവിടെ നിന്നോട് നിന്റെ നമ്പർ പോലും ഇല്ലാതെ ഓഡിയോ വീഡിയോ കോൾ ചെയ്യാൻ റെഡിയാണ്. അവരോടൊക്കെ നിനക്ക് ഏത് സമയത്തും എന്ത് വേണേലും സംസാരിക്കാം. കാരണം നീ പറയുന്നത് ഒരു കാരണവശാലും മൂന്നാമതൊരാൾ അറിയൂല. സ്ക്രീൻഷോട്ടോ റെക്കോർഡിങ്ങോ ഇല്ലാത്തതുകൊണ്ട് ഫുൾ സേഫ് ആണ്. ഇനിയിപ്പോ നിനക്ക് എന്നോട് തന്നെ സംസാരിക്കണം എന്നാണെങ്കിൽ ഇപ്പൊ തന്നെ ഈ ആപ്പ് ഡൗൺലോഡ് ആക്കി കോൾ ചെയ്യാം. ഞാൻ ചോദിക്കാം, ഒരു തന്തയും തള്ളയും നിനക്കുണ്ടോ? ആ തന്തയും തള്ളയും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും മോളൊന്ന് പിടിച്ചിരുത്തി പറഞ്ഞു കൊടുക്കണം. മോളെ, മലയാളികൾ അല്ലെങ്കിൽ കേരളീയർക്ക് കുറച്ച് നന്മ മനസ്സിൽ ഉണ്ടാവണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുക. തന്തയും തള്ളി നാണെന്ന് പറയുന്ന രണ്ടക്ഷരം നീ കണ്ടുണ്ടോ മോളെ? നിന്റെ മുഖം ഒന്നും ഞാൻ ബ്ലർ ചെയ്യൂല. നീ ഇങ്ങനെ തന്നെ നിന്നെ ജനങ്ങൾ കാണണം. തെണ്ടിത്തരം എന്ന് പറഞ്ഞ സാധനം, ദോസ്ത് ആപ്പ് എന്ന് പറഞ്ഞിട്ട് കുറെ ഈ ആപ്പുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. പെൺകുട്ടികൾ വന്നിട്ട് പറയാ, ഇവളോട് സംസാരിക്കാൻ വീഡിയോ കോളോ ഓഡിയോ കോളോ ചെയ്യാൻ തയ്യാറുള്ള ആണുങ്ങളെ ക്ഷണിച്ച് വരുത്തുന്ന നിന്നെപ്പോലുള്ള പെണ്ണുങ്ങളെ ജനം കാണണം. നീ വന്ന് പറയണം, നീ തെറ്റ് പറ്റിപ്പോയി, മാപ്പ് പറ്റിപ്പോയി നീ വന്ന് പറയണം. അതുവരെ നിങ്ങളിത് ഷെയർ ചെയ്യണേ. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. നമ്മളെ കുട്ടികൾ വളർന്നു വരികയാണ്. നമ്മളെ ആൺകുട്ടികളാട്ടെ പെൺകുട്ടികളാട്ടെ വളർന്നു വരുന്ന കുട്ടികളെ ദോസ്ത് ആപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്ക്രീൻ വീഡിയോ എടുക്കാൻ പറ്റൂലോ. അല്ലാത്ത അപ്പൊ ഞാൻ ചോദിക്കാം, നിങ്ങളിങ്ങനെ വീഡിയോ ഓണാക്കി വീഡിയോ കോളിൽ നിങ്ങൾ തോന്നിയാസം ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്ത് വേറൊരു ഫോണിൽ നിന്ന് വീഡിയോ എടുത്താലോ? അത് പറ്റൂല. നാണെന്ന് പറയുന്ന ഒരു സാധനം മോളെ നിനക്കില്ല മോളെ. മലയാളിയാണല്ലോ, നിന്റെ സംസാരം മലയാളമാണോ? ആപ്പൊന്നല്ലോ. എന്ത് വൃത്തികെട്ട രീതിയിലാണ് നമ്മളെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികളാട്ടെ ആൺകുട്ടികളാട്ടെ ഇവിടെ നമ്മളെ മക്കളും ഒക്കെ ഈ നാട്ടിൽ വളർന്നു വരേണ്ടതാ. എന്നിട്ട് ഇവരൊക്കെ ഇങ്ങനെ തോന്നിയാസ രീതിയിൽ വീഡിയോ കോളും ഓഡിയോ കോളും സംസാരിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് രീതിയിൽ? ഇതിനൊക്കെ ഒരു പവിത്രത ഉണ്ട്. 4 ചുമരിന്റെ ഉള്ളിൽ കല്യാണം കഴിച്ച് ജീവിക്കുന്നതും ഇതുപോലെ ആപ്പ് ഉപയോഗിച്ച് 100 കണക്കിന് ആൾക്കാരെ, ഏതോ ഒരാളെ വിളിക്കാനെ പോട്ടെ, 100 കണക്കിന് ആൾക്കാരെ വീഡിയോ കോളും ഓഡിയോ കോളും വിളിക്കാൻ പെർമിഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ഈ ഒരു സമ്പ്രദായം ശരിയാണെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾക്ക് ഈ അച്ഛനും അമ്മയൊന്നും ഇല്ലേ? വീട്ടുകാരില്ലേ? കുടുംബല്ലേ? നാറിയ പരിപാടി, ഇത്രയും നാറിയൊരു പരിപാടി. എന്നിട്ട് ഈ ആപ്പൊക്കെ നമ്മളെ കേരളത്തിൽ ഇന്ത്യയിൽ ഉണ്ടല്ലോ എന്നുള്ള, എന്തുകൊണ്ടാണ് ഇന്ത്യയിലൊന്നും ഈ ആപ്പ് ബാൻ ചെയ്തു പോകാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത്രയും വൃത്തികെട്ട രീതിയിൽ കുട്ടികളെ വഴിതെറ്റിക്കുന്ന ആപ്പൊക്കെ ഒന്ന് ബാൻ ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും എന്തെങ്കിലും ഒരു നിയമം നമ്മളെ നാട്ടിൽ വരണം.